ഉറക്കം കെടുത്തുന്ന കുറുവാക്കള്ളന്മാർ. കുണ്ടന്നൂരിൽ കുറുവ സംഘത്തിൽപ്പെട്ട പ്രതിയെ പോലീസ് കസ്റ്റഡിയിൽ നിന്ന് രക്ഷപ്പെടുത്തി. ആലപ്പുഴ പോലീസിന്റെ കസ്റ്റഡിയിൽ നിന്ന് കൈവിലങ്ങോട് കൂടി പൂർണ്ണ നഗ്നനായാണ് രക്ഷപ്പെട്ടത്. സ്ത്രീകൾ അടക്കമുള്ള സംഘമാണ് തമിഴ്നാട് സ്വദേശിയായ സന്തോഷിനെ രക്ഷപ്പെടുത്തിയത്. വളരെ പ്രധാനപ്പെട്ട വിവരമാണ്. കാരണം കഴിഞ്ഞ കുറേ ദിവസങ്ങളായി കുറുവ സംഘത്തിന്റെ ഭീഷണിയാണ് ആലപ്പുഴയും കൊച്ചിയും മറ്റും. ടോം കുര്യാക്കോസും ശരണ്യ സേഹനും ഏറ്റവും പുതിയ വിവരങ്ങൾ പങ്കുവെക്കും. ശരണ്യ, ആലപ്പുഴ പോലീസ് വലിയ അന്വേഷണത്തിലായിരുന്നു. പ്രതിയെ പിടിച്ചു ഒരാളെ എന്നാണ് മനസ്സിലാകുന്നത്. പക്ഷെ എന്താണ് സംഭവിച്ചത്? രഞ്ജിത്ത്, ആലപ്പുഴ മണ്ണഞ്ചേരിയിൽ നിന്നുള്ള അന്വേഷണ സംഘമാണ് കൊച്ചി കുണ്ടന്നൂർ എത്തിയത്. കുണ്ടന്നൂർ പാലത്തിന് താഴെയായി തമിഴ് വംശജരായ കുറച്ച് ആളുകൾ ഉണ്ട് എന്നുള്ള വിവരം പോലീസിന് ലഭ്യമാകുന്നു. ഇതിനകത്ത് സന്തോഷ് എന്ന ഒരാൾ ഉണ്ട്. ഈ രക്ഷപ്പെട്ട ആളുടെ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. ഈ രക്ഷപ്പെട്ടത് ഈ ചിത്രത്തിൽ കാണുന്ന ആളാണ്, സന്തോഷ് എന്ന ആളാണ്. ശരണ്യ, പറയാം. രഞ്ജിത്ത്, കുറച്ച് ദിവസങ്ങളായി പ്രതികളിലേക്ക് എത്താൻ കഴിയുമെന്നുള്ളൊരു പ്രതീക്ഷ അന്വേഷണ സംഘം നമ്മളോട് പങ്കുവയ്ക്കുന്നുണ്ടായിരുന്നു. അതിലാണ് ഇന്നിപ്പോ വൈകിട്ട് കുണ്ടന്നൂർ പാലത്തിന് താഴെ മണ്ണഞ്ചേരി പോലീസ് നേതൃത്വത്തിലുള്ള സംഘം പരിശോധന നടത്തിയത്. മണ്ണഞ്ചേരി SI ബിജുവിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് കുണ്ടന്നൂർ പാലത്തിനടിയിൽ തിരച്ചിൽ നടത്തിയത്. തുടർന്ന് ആ തിരച്ചിലാണ് ഈ സന്തോഷിനെ കണ്ടെത്തുന്നത്. സന്തോഷ് ഈ പാലത്തിനടിയിലുണ്ട്. സന്തോഷ് നേരത്തെ കുറുവ കേസുകളുമായി ബന്ധമുണ്ട്. ഒപ്പം തന്നെ മോഷണ കേസിൽ പ്രതിയാണ് എന്നുള്ളതുമാണ് പോലീസ് പറയുന്നത്. തുടർന്ന് സന്തോഷിനെ പോലീസ് അവിടുന്ന് ഈ കുണ്ടന്നൂർ പാലത്തിനടിയിൽ നിന്ന് മണ്ണഞ്ചേരി പോലീസ് കസ്റ്റഡിയിലെടുക്കുന്നു. കസ്റ്റഡിയിലെടുത്ത് ജീപ്പിലേക്ക് കയറ്റിയപ്പോൾ അവിടെ ഉണ്ടായിരുന്ന മുഴുവൻ ആളുകളും ഈ ജീപ്പിനെ വളയുകയായിരുന്നു എന്നുള്ളതാണ് നമുക്കിപ്പോൾ ലഭ്യമാകുന്ന വിവരം. തുടർന്ന് ജീപ്പിനെ വളഞ്ഞ് ഒരു സംഘർഷ സാഹചര്യം അവിടെ ഉണ്ടായി. അന്വേഷണ സംഘത്തിലുള്ള ആളുകൾ പരിശോധന നടത്താൻ കഴിയാത്തൊരു സാഹചര്യവും ഒക്കെ ഉണ്ടാവുകയും ഈ സംഘർഷം പരിഹരിക്കുന്നതിനിടയിൽ ആണ് ജീപ്പിൽ ഉണ്ടായിരുന്ന സന്തോഷ് രക്ഷപ്പെട്ടു പോയത് എന്നുള്ളതാണ് അവർ വ്യക്തമാക്കുന്നത്. ടോമും കൂടിയുണ്ട്. ടോം, ഈ കുറുവ സംഘാംഗമാണെന്ന കാര്യത്തിൽ പോലീസിന് വ്യക്തതയായിട്ടുണ്ടോ? ടോം, സന്തോഷ് എന്ന തമിഴ്നാട് സ്വദേശിയാണ് രക്ഷപ്പെടുത്തിയത് സ്ത്രീകളടക്കം സംഘമാണ്. ശരണ്യ, ഇത് കുറുവ സംഘമാണെന്ന കാര്യത്തിൽ വ്യക്തമായിട്ടുണ്ടോ? എന്തായാലും നേരത്തെ മോഷണ കേസുകളുമായി ബന്ധമുണ്ട് എന്നുള്ള വിവരം പോലീസ് സ്ഥിരീകരിക്കുന്നുണ്ട്. സന്തോഷ് നേരത്തെ മോഷണ കേസുകളിലെ പ്രതിയുമായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ കണ്ടതാണ്, ആലപ്പുഴയിലും കൊച്ചിയിലുമായാണ് ഇത്തരത്തിൽ 2 ജില്ലകളിൽ, എറണാകുളവും ആലപ്പുഴ ജില്ലകളിലുമായാണ് മോഷണം നടന്നുകൊണ്ടിരുന്നത്. അതുകൊണ്ട് തന്നെ പോലീസ് അത്തരത്തിലൊരു ഇതിന് ഇടയിലുള്ള ആരെങ്കിലുമാണോ ഈ മോഷണം നടത്തുന്നത് എന്നുള്ള സംശയമൊക്കെ അന്വേഷണ സംഘത്തിനുണ്ടായിരുന്നു. പിന്നീടാണ് തമിഴ്നാട്ടിൽ നിന്നുള്ള സംഘം ഈ കുണ്ടന്നൂർ പാലത്തിനടിയിൽ ഉണ്ട് എന്നുള്ള വിവരം ലഭ്യമാകുന്നത്. തുടർന്ന് അവിടെ നടത്തിയ പരിശോധനയിൽ സന്തോഷിനെ കസ്റ്റഡിയിലെടുത്തെങ്കിലും ഈ പ്രതിയുമായി പോലീസ് അവിടെ ബാക്കിയുള്ള ആളുകളെയൊക്കെ പരിശോധിക്കുന്നതിനിടയിൽ വലിയ ഒരു സംഘർഷ സാഹചര്യം അവിടെ ഉണ്ടായി എന്നുള്ളതാണ് അന്വേഷണ സംഘം വ്യക്തമാക്കുന്നത്. പിന്നീട് ആ വിഷയങ്ങൾ പരിഹരിക്കുന്നതിനിടയിൽ സന്തോഷ് അവിടെയുള്ള ഒരു ചതുപ്പിലേക്ക് ചാടി രക്ഷപ്പെട്ടു പോയി എന്നുള്ളതാണ്. സ്കൂബ ടീം അടക്കം പരിശോധന നടത്തുന്നുണ്ട്. DIGയുടെ നേതൃത്വത്തിലാണ് അവിടെ ഇപ്പോൾ പരിശോധന ഉള്ളത്. എന്തായാലും കഴിഞ്ഞ ദിവസങ്ങൾ ഒക്ടോബർ 30 ശേഷം ആലപ്പുഴയിലും ഒപ്പം തന്നെ കൊച്ചിയിലും വിവിധ ഇടങ്ങളിലായി പല കേസുകളാണ് കുറുവ മോഷണവുമായി ബന്ധപ്പെട്ട് റിപ്പോർട്ട് ചെയ്യപ്പെട്ടുള്ളത്. അതിലേക്ക് നയിക്കാവുന്ന മുഖ്യ അല്ലെങ്കിൽ അതിലെ പ്രതിയെ ഉടൻ തന്നെ പ്രതികളിൽ ഒരാളെയെങ്കിലും പിടിക്കാനാകുമെന്നുള്ള പ്രതീക്ഷ അന്വേഷണ സംഘം പങ്കുവയ്ക്കുകയും ചെയ്യുന്നുണ്ടായിരുന്നു. ഒരുപക്ഷെ ഈ കുണ്ടന്നൂരിലുള്ള സംഘത്തെ കേന്ദ്രീകരിച്ചായിരിക്കും ആ ഒരു അന്വേഷണം മുന്നോട്ട് പോവുകയും ചെയ്തിട്ടുള്ളത്. എന്തായാലും ആ രീതിയിൽ കണ്ടെത്തിയിട്ടുള്ള ആളെയാണ് ഇന്നിപ്പോൾ പോലീസിന്റെ കസ്റ്റഡിയിൽ നിന്ന് രക്ഷപ്പെട്ട് പോയിട്ടുള്ളത്. പ്രതിക്കായുള്ള തിരച്ചിൽ DIGയുടെ നേതൃത്വത്തിൽ അവിടെ പുരോഗമിക്കുകയാണ്. സ്കൂബ ടീം അടക്കം പരിശോധന നടത്തുന്ന ചതുപ്പിലേക്ക് ചാടി രക്ഷപ്പെട്ടു എന്നുള്ള വിവരമാണ് ഇപ്പോൾ ലഭ്യമായിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും കഴിഞ്ഞ ദിവസങ്ങൾ ഒക്ടോബർ 30 ശേഷം മണ്ണഞ്ചേരി അടക്കമുള്ള വിവിധ ഇടങ്ങളിലാണ് കുറുവ സംഘത്തിന്റെ ഭീഷണി പോലീസിന് ഉണ്ടായിരുന്നത്, നാട്ടുകാർക്കുണ്ടായിരുന്നത്. കുറെ നാളുകളായി പലയിടങ്ങളിൽ തുടർച്ചയായി ഇവർ കയറുന്ന ഒരു സാഹചര്യം ഉണ്ട്. അതിലേക്ക് പ്രതികളിലേക്ക് എത്താനാകുമെന്നുള്ള ഒരു പ്രതീക്ഷയുടെ ഭാഗമായി തന്നെയായിരിക്കും ഇന്നത്തെ തിരച്ചിൽ എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും സന്തോഷ് പക്ഷേ ആ ഒരു ജീപ്പിൽ നിന്ന് പൂർണ്ണ നഗ്നനായി രക്ഷപ്പെട്ടു എന്നുള്ളതാണ് ഇപ്പോൾ പോലീസ് വ്യക്തമാക്കുന്നത്. മണ്ണഞ്ചേരി SIയുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് അവിടെ എത്തിയത്. എന്തായാലും ഇപ്പോൾ കുണ്ടന്നൂരിൽ എറണാകുളം പോലീസും ഒപ്പം തന്നെ DIGയുടെ നേതൃത്വത്തിലും
വലിയ തിരച്ചിലാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. സ്കൂബ ടീം അടക്കമുള്ള ആളുകൾ എത്തിയിട്ടുണ്ട്. തമിഴ്നാട് സ്വദേശിയ സന്തോഷ് എന്നാണ് രക്ഷപ്പെട്ടത്. സ്ത്രീകളടക്കം സംഘം ഇയാളെ രക്ഷപ്പെടുത്തുകയായിരുന്നു. ശരണ്യ, ഈ കൈവിലങ്ങുമായി രക്ഷപ്പെട്ട ആളാണ്. അയാൾ അങ്ങനെ ഈ പറഞ്ഞതുപോലെ എത്ര സംഘങ്ങൾ ഉണ്ടായിരുന്നു, അത്തരം വിവരങ്ങൾ എന്തെങ്കിലും ലഭ്യമായിട്ടുണ്ടോ? നിലവിൽ സന്തോഷിനെ മാത്രമാണ് കസ്റ്റഡിയിൽ എടുത്തത് എന്നുള്ളതാണ് പോലീസ് പറയുന്നത്. ആലപ്പുഴയിൽ നിന്നുള്ള അന്വേഷണ സംഘം വ്യക്തമാക്കുന്നത് അങ്ങനെയാണ്. സന്തോഷ് മാത്രമാണ് കസ്റ്റഡിയിൽ ഉണ്ടായിരുന്നത്. തുടർ പരിശോധനകൾ അവിടെ നടത്തുകയായിരുന്നു. പക്ഷെ ആ പരിശോധനകളിലേക്ക് പൂർണ്ണമായി പോകാനായി പോലീസിന് കഴിഞ്ഞില്ല. അതിനു മുമ്പ് തന്നെ അവിടെ ഒരു സംഘർഷ സമാനമായ സാഹചര്യം ഉണ്ടാവുകയും. ടോം കുര്യാക്കോസ് കൂടി ചേരുന്നു. ടോം, ഈ കുറുവാ സംഘാംഗമാണ് എന്ന കാര്യത്തിൽ വ്യക്തതയുണ്ടോ? പോലീസ് എന്തെങ്കിലും നമ്മളോട് ഷെയർ ചെയ്യുന്നുണ്ടോ? കൈവിലങ്ങുമായി നഗ്നനായി രക്ഷപ്പെട്ട കുറുവാ സംഘാംഗം, സ്ത്രീകളടങ്ങുന്ന സംഘം ഇയാളെ രക്ഷപ്പെടുത്തുന്നു. നാടകീയമായ സംഭവങ്ങൾ കേരളത്തിൽ ഉണ്ടാകുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കാരണം ആലപ്പുഴയിലാണ് ഒരു സാന്നിധ്യം സ്ഥിരീകരിച്ചത്. ടോമ, എന്താണ് മനസ്സിലാകുന്നത്? പോലീസിന്റെ പക്കൽ നിന്ന് വിവരങ്ങൾ വല്ലതും ഉണ്ടോ? രഞ്ജിത്ത്, ഒരേ സമയം ആശ്വാസവും ആശങ്കയും ജനിപ്പിക്കുന്ന വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. അതായത് നമുക്കറിയാം, കഴിഞ്ഞ കുറേ ദിവസങ്ങളായി ആലപ്പുഴയിലെയും എറണാകുളത്തെയും ജനങ്ങൾ വലിയ ഭീതിയിലാണ്. കാരണം ഉറക്കം പോലും നഷ്ടപ്പെട്ടൊരു അവസ്ഥയുണ്ട്. നമ്മൾ സാധാരണ ആളുകളോട് സംസാരിക്കുക പോലും അവർ ഈ കുറുവാ സംഘത്തെ കുറിച്ചുള്ള ആശങ്കയെക്കുറിച്ചുള്ള കാര്യങ്ങളാണ് പങ്കുവയ്ക്കുന്നത്. കാരണം ഈ കുറുവാ സംഘം ഏത് സമയവും എറണാകുളം ജില്ലയിലും ആലപ്പുഴയിലൊക്കെ വീടുകളിലേക്ക് വരാം എന്നൊരു ആശങ്കയുണ്ട്. കാരണം ആലപ്പുഴയിലൊരു കവർച്ച നടന്ന ദിവസങ്ങൾക്ക് ശേഷം പറവൂരിൽ മോഷണശ്രമം നടക്കുന്നു. ഏകദേശം 6ലധികം വീടുകളിലാണ് മോഷണശ്രമം ഉണ്ടായത്. നമ്മുടെ ഇന്നത്തെ ന്യൂസ് 8ന്റെ വാർത്താ സംഘം ഈ പറവൂർ മേഖലയിൽ പോയതാണ്. ആളുകൾ ഇപ്പോഴും വലിയ ആശങ്ക. കാരണം ഈ പോലീസിനെ സംബന്ധിച്ച് ഈ കുറുവാ സംഘത്തെ പിടികൂടാത്തത് പോലീസിന്റെ വീഴ്ചയാണെന്നൊക്കെ വലിയ ആക്ഷേപം ഒക്കെ ഉയർന്നിരുന്നു. ഇതിന് പിന്നാലെയാണ് ഇന്ന് വൈകിട്ടോടുകൂടി നേരത്തെ ശരണി സൂചിപ്പിച്ചതുപോലെ ഈ കുണ്ടന്നൂരിൽ ഭാഗത്ത് വെച്ച് കുറുവാ സംഘത്തെ പിടികൂടുന്നത്. അതായത് പക്ഷേ ഈ സന്തോഷം, ഈ കുറുവാ സംഘത്തിലെ പ്രധാനിയായിട്ടുള്ള സന്തോഷ് പോലീസിനെ വെട്ടിച്ച് കടന്നു കളയുന്നു. സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടുന്ന സംഘമാണ് ഈ പോലീസിന്റെ പിടിയിൽ നിന്നും സന്തോഷിനെ രക്ഷപ്പെടുത്തി. പക്ഷെ ആ സംഘത്തിലെ 2 പേർ പോലീസിന്റെ കസ്റ്റഡിയിൽ നിലവിലായിട്ടുണ്ട് എന്ന സൂചനകൾ ലഭ്യമായിട്ടുണ്ട്. പക്ഷേ ഈ സന്തോഷ് എവിടേക്ക് കടന്നിരിക്കാം? അതാണ് ആശങ്കപ്പെടുത്തുന്ന കാര്യം. പൂർണ്ണ നഗ്നനായിട്ടാണ് ഇയാൾ പിടിയിലാകുന്നതും രക്ഷപ്പെടുന്നതും. സ്വാഭാവികമായും ഈ കുണ്ടന്നൂരും പരിസര പ്രദേശങ്ങളിലും തന്നെ സന്തോഷ് ഉണ്ടാകാം, ഈ രക്ഷപ്പെട്ട ഈ കുറുവാ സംഘത്തിലെ അംഗം ഉണ്ടാകാം എന്നൊരു നിഗമനമാണ് നിലവില് പോലീസിനുള്ളത്. അതുകൊണ്ട് തന്നെ ഈ സമീപ പ്രദേശങ്ങളിൽ രാത്രി വൈകിയും പോലീസിന്റെ പരിശോധന ഉണ്ടാകും, പോലീസിന്റെ പട്രോളിംഗ് ഉണ്ടാകും. പക്ഷേ വലിയ രീതിയിൽ പോലീസിനെ സംബന്ധിച്ച് പ്രതിസന്ധി ആയിട്ടുള്ള പല ഘടകങ്ങളുമുണ്ട്. കാരണം ഈ സമയം ഈ കുറുവാ സംഘം തമിഴ്നാട്ടിൽ നിന്നുള്ള ശബരിമല സീസണാണ്. അപ്പൊ തമിഴ്നാട്ടിൽ നിന്ന് നിരവധി ആളുകൾ ഇവിടെ എത്താം. അതുകൊണ്ട് തന്നെ പോലീസ് ജനങ്ങൾക്ക് വലിയ ജാഗ്രത നിർദ്ദേശം നൽകുന്നുണ്ട്. എല്ലാ ആളുകളെയും തമിഴ്നാട് സ്വദേശികളെയും പരിശോധിക്കുക എന്ന് പറഞ്ഞാൽ എളുപ്പമുള്ള കാര്യമല്ല. എന്തുകൊണ്ടാണ് ഈ കുറുവാ സംഘങ്ങൾ, തമിഴ്നാട്ടിൽ നിന്നുള്ള കുറുവാ സംഘങ്ങൾ ഈ സമയം ഈ മണ്ഡലകാലം തെരഞ്ഞെടുത്തത് എന്ന് പോലും പരിശോധിക്കേണ്ട കാര്യമാണ്. കാരണം ഈ സമയം നിരവധി തമിഴ്നാട് സ്വദേശികൾ കേരളത്തിലേക്ക് എത്താം. പോലീസിന്റെ കണ്ണ് വെട്ടിച്ച് ഇവർക്ക് പലയിടങ്ങളിലും കിടക്കാം, പല സ്ഥലങ്ങളിലും അവർക്ക് താമസിക്കാം. രാത്രി സമയങ്ങൾ പോലും നമുക്കറിയാം, ഈ അയ്യപ്പ ഭക്തന്മാർക്ക് വഴിയോരങ്ങളിലൊക്കെ കിടക്കാറുണ്ട്. ആ ഒരു രൂപത്തിനും വേഷത്തിലൊക്കെ ഒരുപക്ഷെ അവർ എത്താനുള്ള സാധ്യത പോലും പോലീസ് പരിശോധിക്കുന്നുണ്ട്. അതുകൊണ്ട് ഈ പ്രദേശങ്ങളിൽ ഈ രാത്രി സമയങ്ങൾ എന്തായാലും പോലീസിന്റെ ശക്തമായ പരിശോധന ഉണ്ടാകും, അന്വേഷണം ഉണ്ടാകും, ഈ കുറുവാ സംഘങ്ങൾക്ക് വേണ്ടി തെരച്ചിലുണ്ടാകും. പക്ഷേ ഇവർ ഫോൺ ഉപയോഗിക്കാത്തതും മറ്റ് വാഹനങ്ങൾ ഉപയോഗിക്കാത്തതും എല്ലാം പോലീസിനെ സംബന്ധിച്ച് വലിയ പ്രതിസന്ധി നിറഞ്ഞ കാര്യം തന്നെയാണ്. പക്ഷെ എന്തായാലും ഈ കുണ്ടന്നൂരും പരിസര പ്രദേശങ്ങളും വിട്ട് ഈ രക്ഷപ്പെട്ട സന്തോഷ് പുറത്തേക്ക് പോയിട്ടില്ലായിരിക്കാം. ഇവരോടൊപ്പം ഈ കുട്ടികളും സ്ത്രീകളൊക്കെ ഉള്ളത് കൊണ്ട് തന്നെയാണ് പോലീസിന് ഒരു പരിധിവരെ അവരെ പിടികൂടാനുള്ള ഒരു സാധ്യതകളുണ്ട് എന്ന് പോലീസും കരുതുന്നത്. കാരണം കൂട്ടത്തോടെ രക്ഷപ്പെടുക എന്ന് പറഞ്ഞാൽ അത്ര എളുപ്പമുള്ള കാര്യമല്ല. പോലീസിന് അവരെ പിടികൂടാനുള്ള ഒരു സാധ്യതകളുണ്ട്. പക്ഷേ ഇത് എവിടെയായിരിക്കാം, ഇവരേതെങ്കിലും സ്ഥലത്ത് ഒളിച്ചിരിക്കുന്നുണ്ടായിരിക്കുമോ എന്നതാണ് പോലീസ് പ്രധാനമായും പരിശോധിക്കുന്നത്. അതുകൊണ്ട് ഈ കുണ്ടന്നൂർ പ്രദേശങ്ങളിലും കുണ്ടന്നൂരിലെ സമീപ പ്രദേശങ്ങളുമായി പോലീസ് ഈ കുറുവാ സംഘത്തിന് വേണ്ടി വലവിരിച്ചിരിക്കുകയാണ്. രഞ്ജിത്ത്, അതാണ് കുറുവാ സംഘം ഇപ്പോൾ കുണ്ടന്നൂരിൽ ഒരാൾ രക്ഷപ്പെട്ടു, നഗ്നനായി കൈവിലങ്ങോടുകൂടി രക്ഷപ്പെട്ടു. ശരണ്യ, ഇത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ആലപ്പുഴ പോലീസാണ് അന്വേഷിക്കുന്നത്. ഇതുമായി പ്രത്യേക സംഘം രൂപീകരിച്ചിട്ടുണ്ട്. കൂടുതൽ സ്ഥലങ്ങളിൽ ആലപ്പുഴയിൽ മോഷണം നടന്നിട്ടുണ്ട് കഴിഞ്ഞ ദിവസങ്ങളിലായി. എന്താണ് മനസ്സിലാക്കേണ്ടത്? ഇവരെക്കുറിച്ച് ഒരു സൂചനയും പോലീസിനില്ല എന്നാണോ?
രഞ്ജിത്ത്, ആലപ്പുഴയിലും കൊച്ചിയിലും എറണാകുളം കേന്ദ്രീകരിച്ചും 2 അന്വേഷണ സംഘങ്ങളാണ് രൂപീകരിച്ചിട്ടുള്ളത്. ആലപ്പുഴയിൽ 7 അംഗ സംഘമാണ് ഇത്തരത്തിൽ കുറുവ സംഘവുമായി ബന്ധപ്പെട്ട് അവരുടെ മോഷണങ്ങൾ, അവരുടെ നീക്കങ്ങളൊക്കെ പരിശോധിക്കുന്നതിന് വേണ്ടി ആലപ്പുഴ SP മോഹനചന്ദ്രൻ നേതൃത്വത്തിലുള്ള സംഘം രൂപീകൃതമായിട്ടുള്ളത്. എന്തായാലും മണ്ണഞ്ചേരിയിൽ നിന്നുള്ള സംഘമാണ് ആലപ്പുഴയിൽ ഇപ്പോൾ ആലപ്പുഴയിൽ നിന്നെത്തി കുണ്ടന്നൂരിൽ പരിശോധന നടത്തിയത് എന്നുള്ളതാണ്. ഈ ആലപ്പുഴയ്ക്ക് പുറമെ നമുക്കറിയാം പറവൂർ അടക്കമുള്ള പ്രദേശങ്ങളിലൊക്കെ ഈ മോഷണം കഴിഞ്ഞ ദിവസങ്ങളിൽ നടന്നിട്ടുണ്ട്. അവിടെയും അത്തരത്തിൽ കൊച്ചിയിലും അന്വേഷണ സംഘത്തെ രൂപീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. പ്രധാനപ്പെട്ട കേസുകളെല്ലാം അതായത് ഒക്ടോബർ 30 ശേഷം തുടർച്ചയായി കേസുകൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടത് ആലപ്പുഴയിലാണ്. അതിനുശേഷമാണ് പിന്നീട് അത് കൊച്ചിയിലേക്ക്, പ്രത്യേകിച്ച് എറണാകുളം ജില്ലയിലേക്ക് ഈ കേസ് ഇത്തരത്തിൽ കുറുവ സംഘത്തിന്റെ മോഷണ ശ്രമങ്ങൾ ഉണ്ടായി എന്നുള്ളതാണ്. ആലപ്പുഴയിൽ 2 കേസുകളാണ് ഇതുമായി ബന്ധപ്പെട്ട്, അതായത് മോഷണ ശ്രമത്തിനപ്പുറത്തേക്ക് അപഹരിച്ചതുമായി ബന്ധപ്പെട്ട് 2 കേസുകളാണ് ഉള്ളത്. മണ്ണഞ്ചേരി സ്വദേശി 11ാം വാർഡുകാരിയായ സ്ത്രീയുടെ മാല അപഹരിച്ചു. 3 പവൻ മാലയാണ് കൊണ്ടുപോയത്. ഒപ്പം തന്നെ തൊട്ടടുത്ത് ഇപ്പോൾ പറവൂരേക്ക് വരികയാണെങ്കിൽ പുന്നപ്രയിൽ 1.5 പവൻ മാല ഒരു സ്ത്രീയുടെയും അവരുടെ ചെറിയ 3 മാസം പ്രായമായുള്ള കുഞ്ഞിന്റെ 1/2 പവൻ മാലയും മനോഹരൻ എന്ന വ്യക്തിയുടെ വീട്ടിൽ കയറി കുറുവ സംഘം അപഹരിച്ചിട്ടുണ്ട്. ഈ 2 കേസുകളാണ് സ്വർണ്ണ അപഹരണം നടന്നിട്ടുള്ളത്. ബാക്കിയുള്ള കേസുകളിലൊക്കെ മോഷണ ശ്രമമാണ് നടന്നിട്ടുള്ളത്. എല്ലായിടത്തും ഒരേ രീതിയിലുള്ള ശൈലിയായിരുന്നു മോഷണത്തിന് ഉണ്ടായിരുന്നത്. വീടിന്റെ പിൻഭാഗത്തെ വാതിലുകൾ തകർത്താണ് ഇവർ അകത്ത് കയറുകയും ഒക്കെ ചെയ്യുകയും ചെയ്തിട്ടുള്ളത്. എന്തായാലും ഈ പോലീസിനെ കൂടാതെ ജനങ്ങൾക്ക് വലിയ ആശങ്ക ഈ കേസുകളിൽ ഉണ്ട്. കാരണം ഇപ്പോൾ ജനങ്ങളുടെ നേതൃത്വത്തിൽ, യുവജന സംഘടനകളുടെ ഒക്കെ നേതൃത്വത്തിൽ വൈകിട്ട് സ്ക്വാഡുകൾ ഇറങ്ങി പരിശോധന നടത്തുന്ന ഒരു അവസ്ഥയൊക്കെ ഉണ്ടായിരുന്നു. പുലർച്ചെ 2 മണിയോടും 12 മണിക്ക് ശേഷവും ഒക്കെയാണ് ഈ സംഘാംഗങ്ങൾ 2 പേരടങ്ങുന്ന സംഘമാണ് ആലപ്പുഴയിൽ പലയിടങ്ങളിലും കയറിയത്. അവർ തുടർച്ചയായി കയറിയത് ഒരേ ആളുകൾ തന്നെയാണെന്നുള്ള നിഗമനത്തിലാണ് പോലീസ് ഇപ്പോൾ എത്തി നിൽക്കുകയും ചെയ്യുന്നത്. തീർച്ചയായും ശരണ്യ സ്നേഹനും ടോം കുര്യാക്കോസും വിവരങ്ങൾ പങ്കുവച്ചു. വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. കുറുവ സംഘത്തിന്റെ ഭീഷണി ആലപ്പുഴയിലും എറണാകുളത്തും ഉണ്ട് എന്നുള്ളതാണ്. ഏത് ഇരുട്ടിലും ഒളിച്ചിരുന്ന് വീടുകളിൽ കയറി പണവും സ്വർണവും മോഷ്ടിക്കുന്ന, എതിർക്കാൻ ശ്രമിക്കുന്നവരുടെ ജീവനെടുക്കാൻ പോലും മടിയില്ലാത്ത അക്രമകാരികളായ മോഷ്ടാക്കളാണ് കുറുവ സംഘം. അർദ്ധനഗ്നരായി മുഖം മറച്ച് ശരീരമാസകലം എണ്ണ തേച്ചെത്തുന്ന സംഘം മലയാളിക്കെന്നും പേടി സ്വപ്നമാണ്. ആലപ്പുഴയിലും തുടർന്ന് എറണാകുളത്തും ഭീതി പരത്തി ജനങ്ങളെ ഉറക്കം കെടുത്തിയ മോഷണത്തിന് പിന്നിൽ കുറുവ സംഘങ്ങളാകുമെന്നാണ് നിഗമനം. 6 വീടുകളിലാണ് കുറുവ സംഘം എന്ന് സംശയിക്കുന്ന മോഷണ സംഘം എത്തിയത്. പല വീടുകളുടെയും പിൻവാതിലുകൾ ഇളക്കി അകത്ത് കടക്കാൻ ശ്രമം നടത്തിയെങ്കിലും വീട്ടുകാർ ഉണർന്നതിനാൽ ഉപേക്ഷിക്കുകയായിരുന്നു. രാത്രി ഒരു 1 മണി സമയത്താണ് ഞാൻ അമ്മയും ഉറങ്ങിയിരുന്നു. അപ്പം അമ്മയാണ് ആദ്യം സൗണ്ട് കേട്ട് വാതില് കുറ്റിയിറിന് ലൈറ്റ് അടിച്ചിട്ട് കുറ്റിയിറിന് ഒച്ചയിട്ട്, അപ്പൊ പെട്ടെന്ന് തന്നെ ഇവിടെ ചവിട്ടണ പൊളിക്കണ സൗണ്ട് കേട്ട്. അപ്പൊ അമ്മ എന്നെ വിളിച്ചപ്പോ തന്നെ പിന്നെ ലൈറ്റ് ഇടുകയും ചെയ്തു. അപ്പൊ തന്നെ അവര് പോവുകയാണ് ചെയ്ത്.